തൃശൂർ മണ്ഡലത്തിൽ വി.എസ്. സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റി. വി.എസ്. സുനിൽകുമാർ മത്സരിച്ചാൽ വിജയം ഉറപ്പെന്ന് മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട്. സി മുകുന്ദൻ എം.എൽ.എക്കെതിരെ കടുത്ത വിമർശനമുയർത്തിയ മണ്ഡലം കമ്മിറ്റി. 5 മണ്ഡലങ്ങളിലായി നിർദ്ദേശിക്കപ്പെട്ടത് 14 സ്ഥാനാർത്ഥികളാണ്. നാട്ടികയിൽ ഗീതാ ഗോപിയും കയ്പമംഗലത്ത് കെ വത്സരാജനെയും നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റികൾ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് തൃശൂരിൽ നിന്നും. ലെവിൻ, തൃശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇപ്പോൾ നാട്ടിക എം.എൽ.എ സി മുകുന്ദനെതിരെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഒപ്പം തന്നെ നാളെ സംസ്ഥാന നേതൃത്വത്തിന് അന്തിമ പട്ടിക, ചുരുക്കപ്പട്ടിക കൈമാറുമ്പോൾ ആരുടെയൊക്കെ പേരുകളാണ് പ്രധാനമായി ഉണ്ടാവുക? അരുണ്യ, CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാരായിട്ടുള്ള മുഴുവൻ മന്ത്രിമാരും വീണ്ടും മത്സരിക്കാനുള്ള നിർദ്ദേശങ്ങളും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ജില്ലാ ഘടകങ്ങളിൽ നിന്നും വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ള നിലയിൽ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് തൃശൂരിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ മണ്ഡലം ഭാരവാഹികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഉള്ളത് മുൻ മന്ത്രിയും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗവുമായിട്ടുള്ള വി.എസ്. സുനിൽകുമാറിനെ 4 വട്ടം അദ്ദേഹം ലോക്സഭയിൽ അടക്കം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തെ വീണ്ടും തൃശൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം മണ്ഡലം കമ്മിറ്റി തലങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA ആയിട്ടുള്ള പി ബാലചന്ദ്രന്റെ പേര് ഒരു മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് നാട്ടികയിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സി മുകുന്ദനെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു കർശനമായ ആവശ്യം വിവിധ മണ്ഡലം കമ്മിറ്റികൾ, നാട്ടിക ചേർപ്പ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. പാർട്ടിക്ക് അതീതനായിട്ടുള്ള MLA-ക്ക് വീണ്ടും അവസരം കൊടുക്കുന്നത് അത് പാർട്ടി പ്രവർത്തകരോടുള്ള വഞ്ചനയാകുമെന്നുള്ള തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ മുകുന്ദനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് നിർദ്ദേശമായി വെക്കേണ്ടതില്ല എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം കൂടി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. സിറ്റിംഗ് MLA-മാരായിട്ടുള്ള E.T. ടൈസൺ മാസ്റ്റർ, അതോടൊപ്പം തന്നെ V.R. സുനിൽകുമാർ തുടങ്ങിയവരുടെ പേരുകളും ഇത്തരത്തിൽ 2 ടൈം മത്സരിച്ച് വിജയിച്ച ആളുകളുടെ പേരുകൾ വെക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശവും ഈ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ CPI ജില്ലയിൽ മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിൽ നിന്നും 14 പേരുടെ പേരുകളാണ് വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളിൽ നിന്നുള്ള പേരുകൾ വായിച്ചു പോകാം. ഒല്ലൂർ മണ്ഡലത്തിൽ AIYF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPIയുടെ ജില്ലാ കൗൺസിൽ അംഗവുമായ AIYF-ന്റെ ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് പാടേരിയുടെ പേരാണ് മന്ത്രി രാജൻ മത്സരിക്കുമെന്ന് ഉറപ്പായ മണ്ഡലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 1-ാം പേര്. T. പ്രദീപ് കുമാർ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. T.R. രമേഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. തൃശൂരിൽ V.S. സുനിൽകുമാറിന്റെ പേരും T.R. രമേഷ് കുമാറിന്റെ പേരും തൃശൂർ മണ്ഡല സെക്രട്ടറി K.B. സുമേഷിന്റെ പേരും ഉയർന്നു കേൾക്കുന്നു. നാട്ടികയിൽ നിർദ്ദേശിക്കപ്പെട്ടത് C മുകുന്ദൻ, മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപി, AIYF നേതാവ് ഉഷാ ഗന്ധിക്കാട്, B.K. ബെന്നി തുടങ്ങിയവരാണ്. കൊടുങ്ങല്ലൂരിൽ K.G. ശിവാനന്ദൻ, C ബിപിൻ ചന്ദ്രൻ, K.V. വസന്തകുമാർ, കയ്പമംഗലത്ത് K വത്സരാജ്, K.G. ശിവാനന്ദൻ CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. K വത്സരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. T.P. രഘുനാഥ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഏതായാലും ഈ പട്ടികയിൽ നിന്നും ചുരുക്കപ്പട്ടിക നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവിൽ തയ്യാറാക്കും. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന് തീർച്ചയായും എന്തായാലും തൃശൂരിലെ സിറ്റിംഗ് MLA ബാലചന്ദ്രന്റെ പേര് നിർദ്ദേശിക്കാതെയാണ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ഏതായാലും വിവരങ്ങൾ നൽകിയത്. ലെവിൻ കെ വിജയനാണ്.